Good morning. Okay, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതായിരുന്നു മോർച്ചറി സർവീസ് ആണ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. മോർച്ചറി സർവീസിൽ നമ്മള് ഏതാണ് ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതിൽ എന്തെല്ലാം പറഞ്ഞു? അഞ്ചെണ്ണം സ്റ്റോറേജ് ചേമ്പർ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചറിലാണ് ഈ ബോഡി എത്ര ഡിഗ്രിയിലാണ് കീപ്പ് ചെയ്യുന്നത്? ബിറ്റ്വീൻ 2 degrees Celsius and 4 degrees Celsius അല്ലെ. ആ ഒരു ടെമ്പറേച്ചറിലാണ് ബോഡി അവിടെ കീപ്പ് ചെയ്യുന്നത്. അത് എന്ന് പറഞ്ഞാൽ ആഴ്ചകളോളം ബോഡി സൂക്ഷിച്ചു വെക്കാനാണ് അത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉപയോഗിക്കുന്നത്. അത് ഡീക്കേ ആവുന്നത് അത് എന്താണ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീക്കേ അല്ലെ. അത് നശിക്കുന്നത് ബോഡി നശിക്കുന്നത് ചിരിക്കുന്നത് അതിന് എന്താ പറയാ അത്ര ഇതായിട്ട് പ്രിവെന്റ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. ഡീക്കേ ചെയ്യുന്നതിനെ തടയുന്നില്ല. അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് എന്താ പറയാ ടെമ്പറേച്ചർ കുറവായിരിക്കും. അങ്ങനെയാണ് ബോഡി കീപ്പ് ചെയ്യുന്നത് കേട്ടോ. ഡസ് നോട്ട് പ്രിവെന്റ് ഡീക്കേ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും തടയുന്നില്ല. നോക്കിയേ അടുത്ത നോക്കിയേ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ. അതിൽ ബോഡി എത്ര ഡിഗ്രിക്കൊക്കെ ആയിരുന്നു? -50 degrees Celsiusനും -25 degrees Celsiusനും ഇടയിലാണ് ബോഡി കീപ്പ് ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചറിലെ ബോഡി പൂർണ്ണമായിട്ടും മരവിപ്പിക്കുന്നു അല്ലെ. അപ്പൊ ഡീക്കേ പൂർണ്ണമായിട്ടും നമുക്ക് സ്റ്റോപ്പ് ആവുന്നു. അതായത് ബോഡിക്ക് ഒരു എത്ര നാളുകൾ വേണമെങ്കിലും ബോഡി നിൽക്കാതെ ആ ഡീക്കേ ചെയ്യുന്നത് തടയുകയോ ചെയ്യുന്നത് കേട്ടോ. അതായത് നമുക്ക് എന്താ കുറെ നാളുകൾ തന്നെ ബോഡി നമുക്കത് അങ്ങനെ അഴുകാതെ അല്ലെങ്കിൽ ജീർണിക്കാതെ അവിടെ ആ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടും അത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ആറാമത്തെ ഫങ്ഷണൽ ഏരിയ ആണ് പോസ്റ്റ്മോർട്ടം റൂം. Postmortem room. The postmortem room is treated to be like an operation theater in all technically സാങ്കേതികപരമായിട്ട് ഈ ഒരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. രണ്ടിടത്തും എന്താ നടക്കുന്നത്? സർജറിയാണ് നടക്കുന്നത് അല്ലേ. ഒരെണ്ണം ജീവനുള്ളതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരിടത്ത് അതായത് പോസ്റ്റ്മോർട്ടം റൂമില് ഡെഡ് ബോഡിയിലാണ് സർജറി ചെയ്യുന്നത്. രണ്ടും എങ്ങനെയാ? ഒരേപോലെ തന്നെ അല്ലേ. ബോഡി കീറി മുറിക്കുന്നു അല്ലേ, എന്നിട്ട് എക്സാമിൻ ചെയ്യുന്നു. രണ്ടും സെയിം ആണെന്നാ പറഞ്ഞേക്കുന്നത്. പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ഓൾ ടെക്നിക്കലി സാങ്കേതികപരമായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം റൂം ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. The major difference between the mortuary and the operation theater is. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ടെക്നിക്കലി രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. നോക്കിയേ, മോർച്ചറി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇൻ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ? അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അറ്റ്മോസ്റ്റ് കെയർ ഈസ് റിക്വയർഡ്. കുറച്ചും കൂടി അല്ലെ, അല്ലെങ്കിൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാ? ടു അവോയ്ഡ് ഓർ പ്രിവെന്റ് ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ ദാറ്റ് എൻറ്റേഴ്സ് ഇൻസൈഡ്. കണ്ടോ, പുറമേയുള്ള ഇൻഫെക്ഷൻസ് അതിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കാതെ അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കണം. ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ പറയില്ലേ സ്റ്റെറൈൽ റൂം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് അകത്തേക്ക് കിടക്കാതെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊടുക്കണം. Then and in mortuary എങ്ങനെയാ? is needed to make sure that inside infection does not spread outside. അപ്പൊ മോർച്ചറിയിൽ എങ്ങനെയാ? ഉള്ളിലുള്ളത്, അത് ഡെഡ് ബോഡിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെയുള്ള ഇൻഫെക്ഷൻസ്, അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ഉള്ളിലുള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സ്പ്രെഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ തടയണം.
അപ്പൊ അങ്ങേയറ്റം ശ്രദ്ധ നമ്മൾ അവിടെ കൊടുക്കണം. എങ്ങനെയാ? ഉള്ളിൽ നിന്ന് ഇൻഫെക്ഷൻ പുറത്തേക്ക് വരാതിരിക്കാൻ. ആ ഡിഫറൻസ് മനസ്സിലായോ? ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ എങ്ങോട്ടാ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, അതായത് പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻ അകത്തേക്ക് കിടക്കാതെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കണം. എന്നാൽ മോർച്ചറിയിലാണെങ്കിലോ ഉള്ളിലുള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്ക് കടക്കാതെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ക്ലിയർ ആയോ? രണ്ടാ ഡിഫറൻസ് എന്താന്നുള്ളത്? ഓക്കെ, ക്ലിയർ ആയോ? രണ്ടും ഏകദേശം രണ്ടിലും സർജറി തന്നെ ചെയ്യുന്നേ അല്ലെ, പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് ഏഴാമത്തെ നോക്കിയ ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ്. അവിടെ റെക്കോർഡുകൾ സൂക്ഷിക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ റെക്കോർഡൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം വേണം. ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ്. റെക്കോർഡുകൾ സൂക്ഷിക്കാനും പ്രോസസിങ്ങിനും ഓഫീസ് റൂം വേണം. അടുത്തത് എട്ടാമത് നോക്കിയേ ഡോക്ടേഴ്സ് റൂം. ഡോക്ടറിന് ഇരിക്കാനുള്ള ഒരു റൂം വേണം. പിന്നെ നോക്കിയേ നയൻത് ഏതാണ് ഫങ്ഷണൽ ഏരിയയില്? സ്റ്റോർ റൂം. സ്റ്റോർ റൂം എന്തിനാ? എക്യുപ്മെന്റ്സുകള്, സ്പിരിറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ റൂം വേണം. നമ്മുടെ വീട്ടിലില്ലേ സ്റ്റോർ റൂം അല്ലെ, പല സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട്. അതുപോലെ മോർച്ചറിയിലേക്ക് നമുക്ക് ഉപയോഗിക്കുന്ന അവിടെ ഇങ്ങനെ ബോഡിയൊക്കെ അഴുകാതെയും ഒക്കെ അല്ലെ, നമ്മള് സ്പിരിറ്റ് ഒക്കെ ഉണ്ടല്ലോ, പല പല എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു സ്റ്റോർ റൂം വേണം. ടെൻത്ത് നോക്കിയേ റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റൻസ്. ടെക്നീഷ്യനും അസിസ്റ്റൻസിനും ഒക്കെ ഉള്ള ഒരു റൂം വേണം. 11 നോക്കിയേ ചേഞ്ചിങ് റൂം. ചേഞ്ചിങ് റൂം വേണം. അപ്പൊ ഡ്രസ്സൊക്കെ മാറണ്ടേ? ഡ്രസ്സൊക്കെ മാറുന്നതിന് സ്റ്റാഫുകൾക്കൊക്കെ ആണെങ്കിലും ഡ്രസ്സൊക്കെ മാറാനൊക്കെ ആയിട്ട് പ്രത്യേകം ചേഞ്ചിങ് റൂം വേണം. പിന്നെ അവർക്ക് ടോയ്ലറ്റ് വേണം. കേട്ടോ, ഇത്രയും 12 കാര്യങ്ങള് ഇത് ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അത് ബാക്കിയൊക്കെ ഏതൊക്കെയാന്ന് ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് അതിന്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അവിടെ ഫങ്ഷണൽ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറും നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറും അവിടെ എത്ര ഡിഗ്രിയിലാണ് ആ ബോഡി കീപ്പ് ചെയ്യണേന്നുള്ളതും ചോദിക്കും കേട്ടോ. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് മോർച്ചറി ആണ്. പല തരത്തിലുള്ള മോർച്ചറികൾ. ഫസ്റ്റത്തെയാണ് വെയിറ്റിംഗ് മോർച്ചറി. ഒന്നാമത്തേതാണ് വെയിറ്റിംഗ് മോർച്ചറി. രണ്ടാമത്തെയാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, ഹോസ്പിറ്റൽ മോർച്ചറി. മൂന്നാമത്തെയാണ് പ്രൈവറ്റ് മോർച്ചറി. കേട്ടോ, പ്രൈവറ്റ് മോർച്ചറി. ഏതൊക്കെയാ 3 ടൈപ്പ്? ഏതൊക്കെയാണ്? വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി. ഫസ്റ്റ് നോക്കിയേ വെയിറ്റിംഗ് മോർച്ചറി. എന്താണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്? A waiting mortuary is a mortuary building planned specifically for the purpose assuming that deceased person are truly dead. നോക്കിയേ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞ എന്താണ്? ഈസ് എ മോർച്ചറി ബിൽഡിംഗ്. ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ്. എന്തിനു വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നതാണ്? സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ്. എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാ? അഫേമിംഗ്. അഫേമിംഗ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, ഉറപ്പിക്കുക. That the deceased person. ഡിസീസ്ഡ് പേഴ്സൺ എന്ന് വെച്ചാൽ ആരാണ്? മരണമടഞ്ഞ വ്യക്തി, മരിച്ച ആള്, മരണമടഞ്ഞ വ്യക്തി. ആ truly dead, യഥാർത്ഥത്തില് മരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ വ്യക്തി യഥാർത്ഥത്തില് മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി, അപ്പൊ അങ്ങനെ അവരുടെ ബോഡി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ളതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അതിനു വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി. എന്താ? മരിച്ച ആളുകള് മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി, മരിച്ചു എന്ന് അവര് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അല്ലെ, അപ്പൊ മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി, ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്. ഡാഷ് ഈസ് എ മോർച്ചറി ബിൽഡിംഗ് planned specifically for the purpose assuming that deceased person are truly dead. Okay, അണ്ടർലൈൻ ചെയ്തില്ലേ? ഇനി നോക്കി, അപ്പൊ എന്തിനാ അങ്ങനെ ഉറപ്പിക്കണേ? നോക്കി, ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈങ് ഡെത്ത്. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണ് നമ്മൾ മരിച്ചു എന്ന് ഉറപ്പിക്കുന്നത്? എങ്ങനെയാ?
എങ്ങനെയാണ് നമ്മൾ ഡെത്ത് വെരിഫൈ ചെയ്യുന്നത്? ഇപ്പൊ വീട്ടിൽ ഒരാൾ മരിച്ചു, നമ്മള് മരിച്ചു എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പാക്കുന്നേ? എങ്ങനെയാ ഉറപ്പാക്കുന്നേ? ഡോക്ടർ വരുമല്ലേ, നമ്മൾ ഡോക്ടറെ വിളിക്കൂലേ, വീട്ടിലേക്ക് വന്ന് ഡോക്ടർ നോക്കും, പൾസ് ഒക്കെ നോക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഡോക്ടർ വന്നിട്ടാണ് മരണം ഉറപ്പിക്കുന്നത് അല്ലെ, സ്ഥിരീകരിക്കുന്നത്. പണ്ട് കാലത്ത് എന്താ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. വീടുകളിലൊക്കെ ആണെങ്കിലും ആളുകൾ മരിക്കുമ്പോ അവർക്ക് മരിച്ചോ ഒന്ന് ഉറപ്പാക്കാനായിട്ട് വേറൊരു മാർഗമില്ല. ഡോക്ടറെ കൊണ്ടുവന്ന് ഇങ്ങനെ മരണം സ്ഥിരീകരിക്കണമെന്നും അന്ന് കാലത്തില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ മോഡേൺ മെത്തേഡ്, ആ ഡെത്ത് വെരിഫൈ ചെയ്യാനായിട്ടുള്ള മോഡേൺ മെത്തേഡുകള് വരുന്നതിന് മുമ്പ്, പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ആളുകൾ എന്ത് ചെയ്തിരുന്നു? പീപ്പിൾ ഫിയേർഡ്, ആളുകൾ പേടിച്ചിരുന്നു. എന്താ? ദേ വുഡ് ബി ബറീഡ് അലൈവ്, അവരുടെ ജീവനോട് കൂടി അവരെ സംസ്കരിക്കും, ബറി ചെയ്യുമെന്ന് അവര് പേടിച്ചിരുന്നു. അതായത് ശരിക്കും മരിച്ചോന്ന് ഉറപ്പാക്കണ്ടേ അല്ലെ? അപ്പൊ ചിലപ്പോ ഇങ്ങനെ മരിച്ചോന്ന് ഉറപ്പാക്കാതെ അല്ലെങ്കിൽ അവരെ ആ ഒരു ജീവനോട് കൂടി തന്നെ അവരെ സംസ്കരിക്കുമെന്ന് പണ്ടുള്ള ആളുകള് പേടിച്ചിരുന്നു. അപ്പൊ നോക്കിയേ, ടു ലിസൺ സച്ച് ഫിയേഴ്സ്, അപ്പൊ അങ്ങനെ അവരുടെ പേടിയെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ലെസൺ എന്ന് വെച്ചാൽ കുറയ്ക്കുക, റെഡ്യൂസ്, കുറയ്ക്കുക. അപ്പൊ അങ്ങനെ അവരാ പേടിച്ചത്, അവരുടെ പേടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? The likely deceased were housed for a time in waiting mortuary. അപ്പൊ അങ്ങനെ മരിച്ച ആളുകളെ എങ്ങോട്ട് മാറ്റും? വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. Where the attendants would march for the sign of life. അവിടെ അറ്റൻഡന്റ്മാര് എന്തെങ്കിലും ജീവന്റെ അടയാളമുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ എന്നുള്ളത് അവര് ഉറപ്പിക്കും. Where the attendants would march for a sign of life. അപ്പൊ അങ്ങനെ മരിച്ചു കഴിയുമ്പോ ബോഡി നേരെ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് കൊണ്ടുവരും, ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ അറ്റൻഡന്റ്മാർ എന്ത് ചെയ്യും? എന്തെങ്കിലും അനക്കമുണ്ടോ അല്ലെങ്കിൽ മരിച്ചോന്നോ ആ ജീവന്റെ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ വാച്ച് ചെയ്യും. The corpse would be allowed to decompose partially prior to burial. ഒന്നാണ് കറക്റ്റ് ചെയ്ത്, ടെക്സ്റ്റില് കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ കേട്ടോ. ബെറിയൽ ആണ്, BURIAL, ബെറിയൽ, ബെറിയൽ, BURIAL. അപ്പൊ കോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൃതദേഹം, ഡെഡ് ബോഡിനെ ആട്ടോ കോപ്സ് എന്ന് പറയുന്നത്. CORPSES, കോപ്സ്, ശവശരീരങ്ങൾ, മൃതദേഹം എന്ത് ചെയ്യുന്നു? വുഡ് ബി അലൗ, എന്തിനനുവദിക്കുന്നു? ടു ഡീകമ്പോസ് പാർഷ്യലി, കണ്ടോ? prior to burial, അതായത് സംസ്കരിക്കുന്നതിന് മുന്നേ ആ മൃതദേഹം പകുതി അഴുകാനായിട്ട് അനുവദിക്കും. എന്നിട്ടാണ് അവര് ബെറി ചെയ്യുന്നത്, കണ്ടോ? അപ്പൊ എന്താ പറയാ? മരിച്ചിരുന്നു ഉറപ്പാക്കണ്ടേ അവർക്ക് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ സംസ്കരിക്കുന്നതിന് മുന്നേ ആ ശവശരീരങ്ങള് പകുതി അഴുകാനായിട്ട് അല്ലെങ്കിൽ ഡികമ്പോസ് ജീർണിക്കാനായിട്ട് അനുവദിക്കും. അപ്പൊ പകുതി ഡികമ്പോസ് ചെയ്യുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ബെറി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മരണം ഉറപ്പിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? അവരെ സംസ്കരിക്കുന്നത്. മനസ്സിലായോ വെയിറ്റിംഗ് മോർച്ചറി എന്താന്നുള്ളത്? അപ്പൊ ഫസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്തിടുക. പിന്നെ അതിനകത്ത് അവിടെ ഈ വെയിറ്റിംഗ് മോർച്ചറിയില് ആരാണ് ആ ഡെഡ് ബോഡി വാച്ച് ചെയ്യുന്നത് ആരാന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അറ്റൻഡൻസ്മാരാണ്, ATTENDANTS. ക്ലിയർ ആയോ? ദ വെയിറ്റിംഗ് മോർച്ചറി ഓക്കെ ആണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? അത് എന്തിനു വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്? മരിച്ച വ്യക്തി യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അതായത് മോഡേൺ മെത്തേഡില് മരണം സ്ഥിരീകരിക്കുന്നതിന് മുന്നേ ആളുകള് അവര് പേടിച്ചിരുന്നു. അവര് ജീവനോടെ കുഴിച്ചിടും അല്ലെങ്കിൽ ബെറി ചെയ്യും, സംസ്കരിക്കുമെന്ന് അവര് പേടിച്ചിരുന്നു. അപ്പൊ ആ പേടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മരിച്ച ആളുകളെ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. അവിടെ അറ്റൻഡന്റ്മാര് എന്തെങ്കിലും ജീവന്റെ അടയാളങ്ങളുണ്ടോ എന്നൊക്കെ അവര് നിരീക്ഷിക്കും. എന്നിട്ട് ആ മൃതദേഹത്തെ ഡീകമ്പോസ് ചെയ്യാൻ അനുവദിക്കും. പകുതി പാർഷ്യലി ഡീകമ്പോസ്, അതുവരേക്കും അവരത് എന്തെങ്കിലും ബോക്സർ അവിടെ തന്നെ ആ മൃതദേഹങ്ങൾ അവിടെ സൂക്ഷിക്കും.
ഏതിനു മുന്നാണ്? എന്നിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത്? ബെറിയൽ അല്ലെ, സംസ്കരിക്കുന്നത്. ക്ലിയർ ആയോ? വെയിറ്റിംഗ് മോർച്ചറി ഓക്കെ ആണോ? ആ, അവസാന തമ്പിട്ടിട്ടുണ്ട്. ആ ഓക്കെ, ശരണ്യ. ഓക്കെ, നിങ്ങളൊക്കെ ഭയങ്കര റെസ്പോൺസ് കുറവുള്ള പിള്ളേരാണ് അവിടെ ടീച്ചർമാര് പൊതുവെ പറയുന്നത് കേട്ടോ. എല്ലാ മിസ്സുമാര് പറയുന്നത് ഈ 16 പിള്ളേര് കയറി കഴിയുമ്പോ അവരോട് കുറെ ചോദിച്ചാൽ അവര് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. മറ്റുള്ള ബാച്ചിലെ പിള്ളേരെ പോലെയല്ല, അവര് എന്തോ ഒരു ഇതിനകത്ത് ഇരിക്കുന്ന പോലെയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇനി അങ്ങനെ ആവരുത് കേട്ടോ. ചോദിക്കുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 28 പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മിസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുക കേട്ടോ. മനസ്സിലായവരൊക്കെ ഒന്ന് തമ്പിടുക, എന്നാലേ ഞങ്ങൾക്കൊരു ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. മൊത്തം ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കേന്നോ തമ്പോ എന്തെങ്കിലും ഇട്ടാൽ മതി. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഹോസ്പിറ്റൽ മോർച്ചറി ആണ്. അപ്പൊ നോക്കിയാൽ എവിടെയുള്ളതായിരിക്കും? അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറി ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്നത് അല്ലെ. എ ഹോസ്പിറ്റൽ മോർച്ചറി ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. എ ഹോസ്പിറ്റൽ മോർച്ചറി ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു കെയർ സെന്ററിലോ അല്ലെങ്കിൽ ഹോസ്പിസ് സെന്റേഴ്സ് ഓർ എ റിട്ടയർമെന്റ് ഹോംസ്. അപ്പൊ ഹോസ്പിസ് സെന്റർ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചില്ലേ? ഹോസ്പിസ് സെന്റേഴ്സ് എന്താ? ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ വയസ്സായ ആളുകളൊക്കെ അല്ലെ. അപ്പൊ അതായത് ഒത്തിരി പ്രായമായി ഇനിയിപ്പോ അവർക്ക് ജീവിതത്തിന്റെ അവസാന നാളുകളില് എന്താ ഇനിയിപ്പോ അവർക്ക് എന്താ മരുന്നിനേക്കായി കൂടുതൽ എന്റർടൈൻമെന്റിനാണ് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അവരെ സന്തോഷിപ്പിച്ച് ഇനിയുള്ള നാളുകൾ സന്തോഷിപ്പിച്ചൊക്കെ അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള ഒരു ഇതാണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇനിയുള്ള കാലം അവരെ സന്തോഷിപ്പിച്ച് മരുന്നുകളും ഒപ്പം കൊണ്ട് എങ്കിൽ പോലും അവരുടെ മെഡിസിൻ അല്ല ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അല്ലേ. നമുക്ക് അവിടെ എന്റർടൈൻമെന്റിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിസ് സെന്റേഴ്സ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോംസ് ഇതിന്റെയൊക്കെ ഉള്ളിൽ വരുന്ന മോർച്ചറി, അതാണ് ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലായിരിക്കാം, ചിലപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ കെയർ സെന്ററിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിസ് സെന്റേഴ്സിനോട് ചേർന്ന് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോമിനോട് അതിനോടൊക്കെ ചേർന്നുള്ളതായിരിക്കാം ഹോസ്പിറ്റൽ മോർച്ചറി. It employs salaried person is called the mortuary disinfection service agent or mortician. അപ്പൊ ആ ഹോസ്പിറ്റൽ മോർച്ചറിയില് വർക്ക് ചെയ്യുന്ന ആ സാലറിഡ് പേഴ്സൺ, അദ്ദേഹത്തെ പറയുന്ന പേരെന്താ? ആരാണ് എംപ്ലോയീസ്? ആരാ? മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, അത് ചോദിക്കാറുണ്ട്. employs salaried person ആരാണ്? മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. അണ്ടർലൈൻ ചെയ്യാം. ഹോസ്പിറ്റൽ മോർച്ചറീസ് ആർ എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. ഇതൊരു ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമാണ്, ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആരെങ്കിലും മരിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ മോർച്ചറിയിലേക്ക് ബോഡി ഷിഫ്റ്റ് ചെയ്യാലോ അല്ലേ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമാണ്. എ ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ് ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. എന്താ പറഞ്ഞേക്കുന്നത്? A hospital mortuary may be delegated എന്ന് പറഞ്ഞാൽ ചുമതലപ്പെടുത്തുക. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോറൻസിക് സൈറ്റ് ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഇതിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്ന ലക്ഷ്യം എന്താ? ഓട്ടോപ്സി ചെയ്യാൻ. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്മോർട്ടത്തിന് തന്നെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത് കേട്ടോ. ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്, ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ എന്തുണ്ടാവാം? നമ്മൾ അതിന്റെ ഒരു സെക്ഷനായിട്ട് തന്നെ ഓട്ടോപ്സി ചെയ്യാനുള്ള സൗകര്യവും കൂടി അവിടെ ഉണ്ടാകാം. ഹോസ്പിറ്റൽ മോർച്ചറി ഓട്ടോപ്സി സൈറ്റ് അല്ലെ, ഓട്ടോപ്സി ചെയ്യാനായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു സൈറ്റ്. അതിന് എന്തിനു വേണ്ടി? ഫോർ ഫോറൻസിക് പർപ്പസ്.
ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു സൈറ്റ് ആയിട്ടും ഈ ഹോസ്പിറ്റൽ മോർച്ചറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതും കൂടി അതിനകത്ത് വരുന്നതാണ്. നോക്കിയേ, ഇൻ റൂറൽ ഏരിയാസ് in rural areas, rural എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങൾ അല്ലെ. In rural areas where there are no burial facilities nearby, നമ്മുടെ എന്താ ഗ്രാമപ്രദേശങ്ങളിൽ തൊട്ടടുത്ത് തന്നെ ബറി ചെയ്യാനുള്ള സംസ്കരിക്കാനുള്ള ഫെസിലിറ്റി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അല്ലെ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ a hospital mortuary may receive the body of the individual who died outside its own vicinity for a fees. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ അപ്പൊ ബെറിയൽ ഫെസിലിറ്റി ഒന്നും അടുത്ത് ഇല്ല, അല്ലെങ്കിൽ ബോഡി സൂക്ഷിക്കാനുള്ള ഇതൊന്നും തൊട്ട അടുത്തില്ലെങ്കിൽ, റൂറൽ പ്രദേശത്ത് ആ മരിച്ച ആളുകളുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ബോഡി നമുക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. കണ്ടോ, a hospital mortuary may receive the body of an individual who died outside its own vicinity. അതായത് ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് മരിച്ചിട്ടുള്ള ആളുകളുടെ ആണെങ്കിലും ബോഡി അവർക്ക് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. ഫോർ എ ഫീസ്, ഒരു ചെറിയൊരു ഫീസ് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും മരിച്ച ഇപ്പൊ നമ്മളിപ്പോ പുറത്തൊക്കെയാണ് അല്ലെ, നമ്മള് ദൂരെയൊക്കെയാണ് മരിക്കണമെങ്കിൽ എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ ബോഡീസ് ഒക്കെ നാട്ടിലേക്ക് വന്ന്, അല്ലെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ആരെങ്കിലും മരിച്ചോ, അവർക്കുടെ റിലേറ്റീവ്സ് പുറത്തുണ്ട് അല്ലെ, അപ്പൊ അവര് വന്നവരേക്കും നമുക്ക് 2-3 ദിവസമൊക്കെ ബോഡി നമുക്ക് വീട്ടിൽ തന്നെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടല്ലേ അല്ലെ. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യും, അവര് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ബോഡി മാറ്റും അല്ലെ. ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാം കേട്ടോ. വലിയ അടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ ബോഡി എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അതായത് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന് പുറത്ത് മരിച്ചിട്ടുള്ള ആളുകളുടെയും ബോഡി ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാം. അപ്പൊ എന്ത് ചെയ്യണം, ആ ബോഡി അവിടെ സൂക്ഷിക്കുന്നതിന് ഒരു ചെറിയൊരു ഫീസ് അവിടെ കൊടുക്കേണ്ടി വരും. അതായത് ഹോസ്പിറ്റലിന് പുറത്ത് മരിച്ച ആളുകളുടെയും ബോഡി ഒരു ചെറിയൊരു ഫീസോട് കൂടി ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കും. ഓക്കെ, അതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു കെയർ സെന്ററിന്റെ കീഴിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെന്റേഴ്സിനോട് ചേർന്ന് വരുന്നത്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോമിനോടൊക്കെ ചേർന്ന് വരുന്നതാണ്. അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അവിടുത്തെ എംപ്ലോയീസ്, സാലറിഡ് പേഴ്സൺ, അദ്ദേഹത്തെ പറയുന്നതാണ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻ എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ മോർച്ചറി ഒരു ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ്. അതിനെ ഫോറൻസിക് പർപ്പസ്, ഫോറൻസിക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം സൈറ്റ് അല്ലെങ്കിൽ ഓട്ടോപ്സി സൈറ്റ് ആയിട്ടും ഈ ഹോസ്പിറ്റൽ മോർച്ചറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് കൂടി നമുക്ക് ഉപയോഗിക്കാം ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്ന റൂറൽ ഏരിയയിലെ ഗ്രാമപ്രദേശത്ത് അടുത്ത ബെറിയൽ ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ഹോസ്പിറ്റലിന് പുറത്ത് മരിച്ച ആളുകളുടെ ബോഡിയും കൂടി ഒരു ചെറിയൊരു ഫീസോട് കൂടി അവരത് സ്വീകരിക്കുന്നു. ഇനി മൂന്നാമത്തെയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. എ പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ ടു റിസീവ് ദ റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബെറിയൽ ഓർ ക്രിമേഷൻ. A private mortuary is a private structure. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. ഇതൊരു പ്രൈവറ്റ്, ഇത് സ്വകാര്യ ഘടനയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. റിസീവ് ദ റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബെറിയൽ ഓർ ക്രിമേഷൻ അല്ലെ, നമുക്ക് സംസ്കരിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിമേഷൻ ദഹിപ്പിക്കുക, ബെറിയൽ എന്ന് പറഞ്ഞാൽ കുഴിച്ചിടുക അല്ലെ, എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് നമുക്ക് ഇത് സൂക്ഷിക്കാനായിട്ട് അല്ലെ, അങ്ങനെയുള്ള ബോഡീസ് റിസീവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ഇതുപോലെ ഹോസ്പിറ്റലിൽ മാറ്റിയില്ലെങ്കിലും പ്രൈവറ്റ് മോർച്ചറികൾ ഉണ്ട്, പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്ന മോർച്ചറി ഉണ്ട് അല്ലെ.
അപ്പൊ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മള് ഒത്തിരി നമുക്ക് വീട്ടിൽ മരിച്ചു, അപ്പൊ അത് ചിലപ്പോ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ 2-3 ദിവസമൊക്കെ വേണം, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വേണം ചിലപ്പോ നാട്ടിലെത്താൻ. അപ്പൊ അതുവരേക്കും നമുക്ക് ബോഡി ഇങ്ങനെ വെക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ബോഡി ഒന്നില്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക്, അടുത്ത ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് മോർച്ചറികൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ആ പ്രൈവറ്റ് മോർച്ചറിയിലേക്കോ മാറ്റാൻ പറ്റും. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് മൊബൈൽ മോർച്ചറി. ശരിയാണ്. It is mostly used in some cases of death at home. ഇനി വീടുകളിൽ ചില മരണങ്ങളൊക്കെ സംഭവിക്കില്ലേ, അപ്പോഴും ഇതുപോലെ നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റാതെ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. ഇനി നോക്കിയേ, അൺലൈക്ക് ദ ഹോസ്പിറ്റൽ മോർച്ചറി, ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അതായത് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രൈവറ്റ് മോർച്ചറി എന്ത് ചെയ്യുന്നില്ല, may not receive the body of individual who died of certain infectious disease. കണ്ടോ, എന്താണ് ഒരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ മരിച്ച ആളുകളില്ലേ, ഇൻഫെക്ഷൻ ഡിസീസ് ഒക്കെ മൂലം ഇൻഫെക്ഷൻ വന്നിട്ട് മരിച്ച ആളുകളുടെ ബോഡീസ് അവര് റിസീവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? അത് പ്രൈവറ്റ് സ്ട്രക്ചർ ആന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്ന് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വന്ന് അങ്ങനെയൊക്കെ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാ? പ്രൈവറ്റ് വ്യക്തികൾക്കാണ് അല്ലെ. അവരെ അത് ബാധിക്കൂലേ അല്ലെ. അപ്പൊ അതുകൊണ്ട് അത്രയും റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവില്ല. ആ ഒരു ഗവൺമെന്റിനും പ്രൈവറ്റ് വ്യക്തികൾക്കും അത് തന്നെ വെരി ഗുഡ്. കോവിഡ് ടൈമിൽ റിസീവ് ചെയ്തില്ല അല്ലേ പ്രൈവറ്റ് മോർച്ചറിയില്ല. അതായത് ഇൻഫെക്ഷൻ ഒക്കെ കോവിഡ് ഒക്കെ ആണോ അതൊക്കെ വരാം അല്ലേ. അപ്പൊ അങ്ങനെയുള്ളത് അവർക്ക് അത്രയും റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവില്ല. അതായത് പ്രൈവറ്റ് വ്യക്തികൾ നടത്തുന്നതല്ലേ. ഇപ്പൊ നമ്മൾ പലതും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഇല്ലേ അല്ലെ. പ്രൈവറ്റ് പാർട്ടികൾ എന്ത് സംഭവിച്ചാലും ആ ഒരു ഓണർ അവര് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെ. അതുകൊണ്ട് അത്രയും റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇവിടെ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു, കോവിഡ് വന്നപ്പോ പ്രൈവറ്റ് മോർച്ചറികള് ആ ബോഡീസ് സ്വീകരിച്ചില്ല. ശരിയല്ലേ? അതായത് ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഡിസീസസ് വന്നിട്ടുള്ള മരിച്ച ആ ഇൻഡിവിജ്വൽസിന്റെ ബോഡി റിസീവ് ചെയ്യാൻ ഈ പ്രൈവറ്റ് മോർച്ചറികള് തയ്യാറാവുന്നില്ല അല്ലെ. അതില്ലെങ്കിൽ അവര് റിസീവ് ചെയ്യുന്നില്ല. ഏതിൽ നിന്ന് വ്യത്യസ്തമായി? ഹോസ്പിറ്റൽ മോർച്ചറി. അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ചിലപ്പോ സൂക്ഷിക്കും അല്ലെ. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവര് സൂക്ഷിക്കും. പക്ഷെ പ്രൈവറ്റ് മോർച്ചറിയിൽ അങ്ങനെ ഇൻഫെക്ഷസ് ഡിസീസസ് വന്ന് മരിച്ച ആളുകളുടെ മൃതദേഹങ്ങള് അവിടെ സൂക്ഷിക്കത്തില്ല. All private mortuaries are, next point ആട്ടോ, all private mortuaries are run by funeral homes. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും നടത്തുന്നത് ആരാണ്? ഫ്യൂണറൽ ഹോംസ്. ഫ്യൂണറൽ ഹോംസ് കേട്ടിട്ടുണ്ടോ? എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും നടത്തുന്ന ഫ്യൂണറൽ ഹോംസുകളാണ് നടത്തുന്നത്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞ എന്താ? മരിച്ച ആളുകളെ നമ്മൾ അടക്കം ചെയ്യാനോ അല്ലെങ്കിൽ സംസ്കാരത്തിനൊക്കെ തയ്യാറാക്കി അല്ലെങ്കിൽ അവരുടെ സംസ്കാരം നടത്തുന്ന സ്ഥലമാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഫ്യൂണറൽ ഹോംസ് നമ്മള് അടക്കമൊക്കെ ചെയ്യൂലേ, ശ്മശാനം എന്നൊക്കെ നമ്മൾ പറയൂലേ അല്ലെ. അങ്ങനെ എന്താ പറയാ, ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ മരിച്ച ആളുകളെ അടക്കം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ശവസംസ്കാരത്തിനൊക്കെ തയ്യാറാക്കിയിട്ട് അവരെ സംസ്കരിക്കുന്ന, അവരുടെ ശവസംസ്കാരം നടത്തുന്ന സ്ഥലമാണ് ഫ്യൂണറൽ ഹോംസ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ആരാ നടത്തുന്നത്? ആരാ? ഫ്യൂണറൽ ഹോംസുകളാണ് നടത്തുന്നത്. All private mortuaries are run by funeral homes. ശവസംസ്കാര ഭവനങ്ങൾ മലയാളം ട്ടോ. ഓക്കെ, ഇനി നോക്കിയേ. Private mortuaries are part of the external service of
funeral homes. എല്ലാ private mortuaries are part of external service. എന്തിനാ? funeral homes ന്റെ ഒരു external അല്ലെങ്കിൽ ബാഹ്യ സർവീസിന്റെ ഭാഗമാണ് private mortuary. ഈ funeral homes ന്റെ ഒരു external service, അവര് കൊടുക്കുന്ന ഒരു സർവീസ്, ഒരു ബാഹ്യ സർവീസിന്റെ ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി. അതായത് ഈ ശവസംസ്കാരം നടത്തുന്ന ശവസംസ്കാര ഭവനങ്ങളില്ലേ, അവർക്കുടെ കീഴില് അല്ലെങ്കിൽ അതിൽ വരുന്നതാണ് ഈ എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. അപ്പൊ നോക്കി, അവർക്ക് രണ്ടുണ്ട് ഗുണം അല്ലെ. ബോഡി നമുക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യാം, അവര് ആവശ്യമാണെങ്കിൽ അവർക്ക് ഇപ്പൊ നമ്മൾ പറയാണ് ഇനി അവരെ സംസ്കരിക്കുന്നതും കൂടി കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും കൂടി ചെയ്യാൻ പാടില്ലേ അല്ലെ. രണ്ട് ഇതായിട്ടാ വരുന്നത് അവിടെ. ഓക്കെ, അതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസ് വന്ന ആളുകളുടെ ബോഡീസ് ഈ പ്രൈവറ്റ് മോർച്ചറി റിസീവ് ചെയ്യുന്നില്ല. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ആരാ നടത്തുന്നത്? ഫ്യൂണറൽ ഹോംസ് ആണ് നടത്തുന്നത്. ശവസംസ്കാര ഭവനങ്ങള്, അതായത് ഈ ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. അതാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഫ്യൂണറൽ ഹോംസിന്റെ ഒരു ബാഹ്യ സർവീസിന്റെ ഭാഗമാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. ദഹിപ്പിക്കുന്ന സ്ഥലം അതാണ് കേട്ടോ ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഇനി they comes under the category either of funeral homes or funeral parlor. funeral homes no അല്ലെങ്കിൽ funeral parlor എന്നോ പറയാം. അല്ലെങ്കിൽ നമുക്ക് funeral home എന്ന് പറയാം, അല്ലെങ്കിൽ funeral parlor എന്നും പറയാം. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് മോർച്ചറി പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. ക്ലിയർ ആയോ? അതായത് ബോഡി നമ്മൾ അവിടെ കീപ്പ് ചെയ്യുന്നു, ഇനി ആവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ സംസ്കാര കാര്യങ്ങളും അവര് തന്നെ പ്രൈവറ്റ് മോർച്ചറി തന്നെ ചെയ്തു കൊടുക്കും. ബോഡി സൂക്ഷിക്കുകയും ആവശ്യമാണെങ്കിൽ ദഹിപ്പിക്കുകയും ചെയ്യും. അതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് മെയിൻറ്റെയിൻസ് ദ മോർച്ചറി എൻവയോൺമെന്റ്. മോർച്ചറിയുടെ എൻവയോൺമെന്റ്, പരിസ്ഥിതി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? നമ്മൾ സാധാരണ രീതിയിൽ ആവരുതല്ലോ അല്ലെ. മോർച്ചറിയുടെ എൻവയോൺമെന്റ് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, പരിപാലിക്കണം? ഓക്കെ, ദ മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസൈസ്ലി. പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായും. മോർച്ചറി occupancy register is updated precisely. മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ എന്താണ്? മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ബോഡീസ് ഉണ്ട് അല്ലെ, അതിൽ അവിടെ ഒക്യുപ്പൈ ചെയ്യുന്ന ആളുകള് അല്ലെ, എത്ര ആളുകൾ ഉണ്ട്, ഒക്യുപ്പൈ ചെയ്യുന്ന ആളുകള്, അതൊക്കെ കാണിക്കുന്ന രജിസ്റ്റർ ആണ്. അതായത് എത്ര ഡെഡ് ബോഡീസ് ഇപ്പൊ ഓൾറെഡി അവിടെ ഉണ്ട് അല്ലെ, അതിന്റെയൊക്കെ ലിസ്റ്റുകളൊക്കെ ഉള്ള ഒരു രജിസ്റ്റർ ആണ് മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ നമ്മൾ ചെയ്യണം? മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ്. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം? പ്രിസൈസ്ലി, കൃത്യമായും. ഓരോ ദിവസവും കൃത്യമായും അത് അപ്ഡേറ്റ് ചെയ്യണം. മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ. Okay, the necessary temperature of the mortuary is observed and sustained. മോർച്ചറിയിൽ ആവശ്യമായിട്ടുള്ള നെസസറി ടെമ്പറേച്ചർ എപ്പോഴും ഒബ്സർവ് ചെയ്യുകയും അത് സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുകയും വേണം. അല്ലെങ്കിൽ മെയിൻറ്റെയിൻ, അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. മോർച്ചറിയിലെ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡീസ് ഒക്കെ ഡിക്കി ആയി പോവില്ലേ? അപ്പൊ അത് നോർമൽ ആയിട്ട് അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഒബ്സർവ് ചെയ്യുകയും സസ്റ്റെയിൻ ചെയ്യുകയും വേണം. അടുത്ത് നോക്കിയേ, the cleanness and the tidiness of the mortuary is sustained. മോർച്ചറിയിലെ ക്ലീൻനെസ്, ശുചിത്വം വേണ്ടേ അല്ലെ? ഇൻഫെക്ഷൻ ഒക്കെ പുറത്തേക്കൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ക്ലീൻ ആക്കിയൊക്കെ ഇടണ്ടേ? ക്ലീൻനെസ്, ടൈഡ്നെസ്, വൃത്തി. ക്ലീൻനെസ് എന്ന് പറഞ്ഞാൽ ശുചിത്വം, ടൈഡ്നെസ് എന്ന് പറഞ്ഞാൽ വൃത്തി. ഓക്കെ, ഒക്കെ എന്ത് ചെയ്യണം? നിലനിർത്തണം. ക്ലീൻനെസ് ആൻഡ് ടൈഡ്നെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്, നിലനിർത്തണം. അടുത്ത നോക്കിയേ, the security of the mortuary is observed and sustained. ഇനി മോർച്ചറിയുടെ സെക്യൂരിറ്റി ഒബ്സർവ് ചെയ്യണം, അതുപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്യണം. മോർച്ചറിയുടെ സുരക്ഷ
എന്ത് ചെയ്യണം? നിരീക്ഷിക്കുകയും നിലനിർത്തുകയും വേണം. എന്താ അങ്ങനെ പറഞ്ഞേക്കുന്നേ? നമ്മൾ സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടില്ലേ അല്ലെ? എന്തെങ്കിലും ഈ കേസ് ഒക്കെ തെളിയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ ആ ക്രിമിനൽസ് ഒക്കെ വന്നിട്ട് വേണമെങ്കിൽ ആരും കാണാതെ വേണമെങ്കിൽ മോർച്ചറിന്ന് ബോഡി എടുത്തോണ്ട് പോയി തെളിവ് നശിപ്പിക്കാം അല്ലെ? അല്ലെങ്കിൽ ആ ബോഡിയൊക്കെ നശിപ്പിക്കാം. ദൃശ്യം 2 ഇതേ ഇവിടെ സിനിമയുടെ പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ അതുകൊണ്ട് അതായത് അങ്ങനെ മോർച്ചറിയിൽ നിന്ന് ബോഡീസ് ഇങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോകാനൊക്കെ അല്ലെ? ഇങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള ആളുകൾ ആ കുറ്റകൃത്യം അല്ലെങ്കിൽ അത് തെളിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിമിനൽസ് ഒക്കെ ആണെങ്കിലും വന്ന് ബോഡി വേണമെങ്കിൽ എന്താ പറയാ കടത്തിക്കൊണ്ട് പോയി ആ ബോഡി നശിപ്പിച്ച് കളയാം. ഇനി അതീത് തെളിവൊക്കെ എടുക്കാതിരിക്കാനും അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോർച്ചറിയുടെ സെക്യൂരിറ്റി ഒബ്സർവ് ചെയ്യുകയും നിലനിർത്തുകയും വേണം. ക്ലിയർ ആയില്ലേ പോയിന്റ്? ഇനി അടുത്ത നോക്കി, ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് ഓൾ ദ ടൈംസ്. എല്ലാ സമയത്തും ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ മാനദണ്ഡങ്ങള്, അജൻഡാസ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ, നടപടിക്രമങ്ങള് സ്ട്രിക്റ്റ് ആയിട്ട് നിലനിർത്തണം എല്ലാ സമയത്തും. ഇൻഫെക്ഷൻ കൺട്രോൾ മാനദണ്ഡങ്ങളും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പ്രൊസീജിയറുകളും ഒക്കെ എല്ലാ സമയത്തും മോർച്ചറിയിൽ സസ്റ്റെയിൻ ചെയ്യണം, നിലനിർത്തണം, മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആയില്ലേ? 5 പോയിന്റ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ പെട്ടെന്ന് തമ്പിടുണ്ട്. നമുക്ക് അങ്ങനെ അപ്പൊ വേഗം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ കൃത്യമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. ഓരോ ദിവസവും നമ്മുടെ എത്ര ബോഡീസ് ഉണ്ട് അല്ലെ? അവിടെ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഓക്യുപ്പൈ ചെയ്യുന്ന ഡെഡ് ബോഡീസ് അല്ലെ, അതിന്റെ എന്താ രജിസ്റ്റർ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ടെമ്പറേച്ചർ, മോർച്ചറിയിലെ അത്യാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഒബ്സർവ് ചെയ്യുകയും നിലനിർത്തുകയും വേണം. പിന്നെ മോർച്ചറിയുടെ ക്ലീൻനെസ് ആൻഡ് ടൈറ്റ്നെസ്, ശുചിത്വവും വൃത്തിയൊക്കെ നിലനിർത്തണം. പിന്നെ മോർച്ചറിയുടെ സുരക്ഷ ഉറപ്പുവരുത്തണം, ഒബ്സർവ് ചെയ്യുകയും സസ്റ്റെയിൻ, അതിന്റെ സെക്യൂരിറ്റിനെയൊക്കെ നിർത്തണം അല്ലെ? മോർച്ചറിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം. ഇൻഫെക്ഷൻ കൺട്രോൾ മാനദണ്ഡങ്ങളും അജണ്ടകളും പ്രൊസീജിയറും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നിലനിർത്തുകയും വേണം എല്ലാ സമയത്തും. ഓക്കെ, ഇനി അടുത്തതാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം അല്ലെ? ആൻ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. ഒന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, ഷോർട്ട് ചെയ്തിട്ട്. ആൻ എക്സാമിനേഷൻ ഓഫ് എ ബോഡി ആഫ്റ്റർ ഡെത്ത്, അതാണ് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. മരിച്ചതിന് ശേഷം ബോഡി എക്സാമിൻ ചെയ്യും, അതാണ് പോസ്റ്റ്മോർട്ടം അല്ലെ? പോസ്റ്റ്മോർട്ടം നേടത്തില്ലേ? പല കാര്യങ്ങൾക്കും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്. ഇപ്പൊ വീട്ടിൽ മരിച്ചു, അല്ല സൂയിസൈഡ് ആയിട്ട് മരിച്ചു അല്ലെ, അല്ലെങ്കിൽ നോർമൽ ഡെത്ത് ആണെങ്കിലും ചില കേസുകളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട വരാം. മർഡർ ആണെങ്കിലും ഒക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യണം അല്ലെ? അങ്ങനെ പല ഇതിനും നമുക്ക് എന്താ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. കോർപ്സ് എന്ന് പറഞ്ഞ എന്താ? മൃതദേഹം. ഓട്ടോപ്സി എന്ന് പറഞ്ഞ എന്താ? സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്. മൃതദേഹം പരിശോധിക്കുന്നതിനാണ് സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്. കോർപ്സ് എന്ന് പറഞ്ഞാൽ മൃതദേഹം പരിശോധിക്കുന്നതിനാണ്. അതില് നമ്മള് എന്താ പറയാ, കീറി മുറിച്ച് ഓരോന്നൊക്കെ പരിശോധിക്കും അല്ലെ? മരിച്ചത് എന്ത് കാരണം കൊണ്ടാണ് മരിച്ചതെന്ന്, അല്ലെങ്കിൽ എന്ത് രോഗം കൊണ്ടാണ് ആ വ്യക്തി മരിച്ചത് എന്നൊക്കെ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ കോർപ്സ് മൃതദേഹ പരിശോധന നടത്തുന്നു. അതാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് ഈസ് കോൾഡ് ഡാഷ്. അങ്ങനെ രണ്ടും ചോദിക്കാം. An examination of the body after death അങ്ങനെ ചോദിച്ചാലും ഓട്ടോപ്സി ആണ്. സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് എന്ന് പറഞ്ഞാലും ഓട്ടോപ്സി. ഓക്കെ, is carried out for clinical as well as medical legal purpose. അപ്പൊ ഈ ഓട്ടോപ്സി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. ക്ലിനിക്കൽ പർപ്പസ്, ക്ലിനിക്കൽ എന്ന് പറഞ്ഞ എന്താ? ചികിത്സാ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, ക്ലിനിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും മെഡിക്കോ ലീഗൽ പർപ്പസ്, ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ പർപ്പസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വല്ല മർഡർ ആണോ അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കേസ് ഒക്കെ തെളിയിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ഓട്ടോപ്സി ചെയ്യേണ്ടത്. എന്തിനൊക്കെ ചെയ്യുന്നു?
Autopsy is carried out for clinical as well as medico-legal purpose. Clinical ആയിട്ടുള്ളതും medico-legal ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓട്ടോപ്സി ചെയ്യേണ്ടത്. അതും കൂടി നോട്ട് ചെയ്തു, അണ്ടർലൈൻ ചെയ്തു. ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ ക്ലിനിക്കൽ ഓട്ടോപ്സി. അതിൽ ഫസ്റ്റ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി, loosely termed as pathological autopsy. ക്ലിനിക്കൽ ഓട്ടോപ്സി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് pathological autopsy. pathological autopsy അണ്ടർലൈൻ ചെയ്തോട്ടോ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി loosely termed as pathological autopsy. ക്ലിനിക്കൽ ഓട്ടോപ്സി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് pathological autopsy എന്ന് പറയുന്നത്. is carried out to diagnose the disease. എന്തിനു വേണ്ടി ചെയ്യുന്നേ? ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ, ആ മരിച്ച വ്യക്തി എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്ന് നിർണയിക്കാൻ, ഡയഗ്നോസ് ചെയ്യാനാണ്. എന്ത് ഡയഗ്നോസ് ചെയ്യാൻ? the disease which has led to the mortality. mortality എന്ന് പറഞ്ഞാൽ എന്താ? മരണനിരക്ക്. when antemortem effort have failed. antemortem എന്ന് പറഞ്ഞാൽ എന്താ? antemortem മരണത്തിന് മുമ്പ്. മരണത്തിന് മുമ്പ്. അപ്പൊ ചിലപ്പോ അയാള് മരിച്ചു, മരിക്കുന്നതിന് മുന്നേ ചിലപ്പോ രോഗം എന്താണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ മരിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ബോഡി എക്സാമിൻ ചെയ്തിട്ട് എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്ന് കണ്ടുപിടിക്കും. ഇല്ലെ? നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഇന്ന് അസുഖമായിരുന്നു എന്നറിയുന്നത്. അല്ലെ? മരിച്ചു കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തൊക്കെ നോക്കി ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഇന്ന രോഗമായിരുന്നു അയാൾക്ക് എന്ന് അറിയുന്നത്. ചിലപ്പോ മരിക്കുന്ന വരേക്കും രോഗം എന്താണെന്ന് ചിലപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വരില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തിനു ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി is carried out to diagnose the disease. എന്തിനു വേണ്ടിയാ ക്ലിനിക്കൽ ഓട്ടോപ്സി? എന്തിനു വേണ്ടിയാ? ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ, എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്ന് ഡയഗ്നോസ് ചെയ്യാനാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. The disease which has led to mortality. mortality മരണനിരക്ക്. അറിയാം, മരണത്തിലേക്ക് നയിച്ച രോഗം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ when antemortem effort have failed. അതായത് ആന്റിമോർട്ടം എന്ന് പറഞ്ഞാൽ എന്താ? മരണത്തിന് ശേഷം, അല്ല സോറി, മരണത്തിന് മുമ്പ്. മരണത്തിന് മുമ്പ് നമുക്ക് എന്താണ് എന്ന് രോഗം കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് മരിച്ചതിന് ശേഷം ബോഡി നോക്കിയിട്ട് ബോഡിയൊക്കെ എക്സാമിൻ ചെയ്തിട്ട് ആയിരിക്കും ചിലപ്പോ രോഗം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അത് ക്ലിനിക്കൽ ഓട്ടോപ്സി ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഓക്കെ, ഇനി നോക്കിയേ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് ഇത് ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോട്ടോ. പർപ്പസ് രണ്ടിന്റെയും ചോദിക്കാറുണ്ട്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയുടെയും ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെയും പർപ്പസ് ചോദിക്കാറുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് നോക്കിയേ, ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ഡിസീസ്. ആ ഡിസീസിന്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണ്, എന്ത് രോഗമാണ്, എന്താണ് ആ രോഗത്തിന്റെ നേച്ചർ, സ്വഭാവം എന്താണെന്ന് സ്ഥാപിക്കുന്നതിനും വിച്ച് ഹാസ് ലീഡ്സ് ടു ഡെത്ത്. അതായത് ആ ഡെത്തിലേക്ക്, മരണത്തിലേക്ക് നയിക്കുന്ന ആ രോഗത്തിന്റെ സ്വഭാവം സ്ഥാപിക്കാൻ, സ്വഭാവം എന്താണ്, എന്താണ് നേച്ചർ, ഡിസീസിന്റെ നേച്ചർ എന്താണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി when antemortem attempt of failed. എപ്പോഴാ? അതായത് മരണത്തിന് മുമ്പ്. ആന്റിമോർട്ടം എന്ന് പറഞ്ഞാൽ എന്താ? മരണത്തിന് മുമ്പ്. മരണത്തിന് മുന്നേ നമുക്ക് ചിലപ്പോ എന്ത് രോഗാണെന്ന് ചിലപ്പോ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ മരിച്ചതിന് ശേഷം എന്താണെന്ന രോഗം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത് നോക്കിയേ, ടു സ്റ്റഡി പത്തോളജി ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലെഡ്സ് ടു ഡെത്ത്. കണ്ടോ? പത്തോളജി പഠിക്കാൻ, ആ രോഗത്തിന്റെ പത്തോളജി പഠിക്കാൻ. പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഡിസീസ്. അതാണ് പത്തോളജി എന്ന് പറയുന്നത്. To disease, to study pathology of disease which has led to death. ആ മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ പത്തോളജി പഠിക്കാൻ. ഫസ്റ്റ് എന്താ പറഞ്ഞത്? നേച്ചർ ഓഫ് ദ ഡിസീസ് അല്ലേ? ആ മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് സ്ഥാപിക്കാൻ. രണ്ടാമത്തെ പോയിന്റില് മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ പത്തോളജി പഠിക്കാൻ. Even when the diagnosis has been established prior to death. അതെന്താ പറഞ്ഞേക്കുന്നേ? prior to death.
അതായത് മരണത്തിന് മുമ്പ് രോഗം നിർണയം സ്ഥാപിക്കപ്പെട്ടപ്പോൾ പോലും, അതാണ് പറഞ്ഞേക്കുന്നത്, മരണത്തിന് മുമ്പ് രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചു എങ്കിൽ പോലും മരിച്ചതിന് ശേഷവും വീണ്ടും എന്ത് ചെയ്യും? പോസ്റ്റ്മോർട്ടം ചെയ്യും. എന്തിനാ? കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ, ആ ഡിസീസിന്റെ പതോളജി പഠിക്കാൻ. മനസ്സിലായോ? ആ മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ പതോളജി പഠിക്കാൻ. എപ്പോഴാ? മരണത്തിന് മുന്നേ നമ്മൾ പറഞ്ഞു എന്താ, നമുക്ക് രോഗം എന്താന്ന് മനസ്സിലാക്കി. മരണത്തിന് മുന്നേ എന്ത് രോഗമാണെന്ന് മനസ്സിലാക്കി, എന്ത് രോഗം മൂലമാണ് ആ വ്യക്തി മരിച്ചതെന്ന് മനസ്സിലാക്കിയെങ്കിൽ പോലും മരിച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? അത് പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ പഠിക്കാൻ, അതായത് ആ ഡിസീസിന്റെ പത്തോളജി പഠിക്കാൻ. 2 പോയിന്റ് ക്ലിയർ ആയോ? ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് നേച്ചർ പഠിക്കാൻ, അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. നേച്ചർ ഓഫ് ദ ഡിസീസ് നമ്മൾ സ്ഥാപിക്കാൻ. രണ്ടാമത്തെ പത്തോളജി, ടു സ്റ്റഡി ദ പത്തോളജി ഓഫ് ഡിസീസ്. അത്രയൊന്ന് നോട്ട് ചെയ്തിടാം. ഇനി അടുത്ത നോക്കിയേ, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ML ഓട്ടോപ്സി. ഇപ്പൊ നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലേ പറഞ്ഞത്? ക്ലിനിക്കൽ ഓട്ടോപ്സി പറഞ്ഞു. ആ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ 2 പർപ്പസും പറഞ്ഞു. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി അടുത്തതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. അതിനെ ഷോർട്ട് ചെയ്ത് ML ഓട്ടോപ്സി എന്ന് പറയാം. അപ്പൊ അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ML autopsy, medico legal autopsy. Note ചെയ്തോ? Medico legal autopsy is executed with the aim of, ഇനി നോക്കിയേ, ഈ medico legal autopsy ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നേ providing answer to the question about the identity. ആ മരിച്ച ആളുകളുടെ വ്യക്തിത്വം അറിയാൻ, ആരാ മരിച്ചത് എന്താണെന്നൊക്കെ അറിയാൻ. നമ്മൾ അങ്ങനെ മരിച്ച ഈ എന്താ പറയാ ബോഡി നോക്കിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യൂലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അർജുന്റെ ഒക്കെ ബോഡി കുറെ നാളൊക്കെ നമുക്ക് എന്താ പറയാ വെള്ളത്തിലൊക്കെ കിടന്ന് കിട്ടിക്കഴിഞ്ഞപ്പോ അത് അർജുൻ തന്നെയാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയേ? അല്ലെ? അത് ഇതിന് ശേഷം അല്ലേ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് നമുക്ക് ആ കിട്ടിയ ആ ബോഡി എടുത്ത് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമുക്ക് അത് ഐഡന്റിറ്റി മനസ്സിലാക്കാൻ, ആ മരിച്ച ആളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ, അതായത് അയാൾ തന്നെയാണോ മരിച്ചത് എന്നൊക്കെ സ്ഥാപിക്കാൻ, അയാളുടെ ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കാൻ. ദെൻ കോസ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ കാരണം, എന്ത് മൂലം മരിച്ചത്. ഇനിയിപ്പോ എന്താണ്, ഇനിയിപ്പോ സൂയിസൈഡ് ചെയ്തതാണോ, ഇനി ആരെങ്കിലും മർഡർ ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് വെള്ളത്തില് പോയി മരിച്ചതാണോ, അല്ലെങ്കിൽ അങ്ങനെ പല ഇതിലാണ്, ശ്വാസം മുട്ടി കൊന്നതാണോ, അങ്ങനെ നമ്മൾ കേസിന്റെ ഒക്കെ ഭാഗമായിട്ടാട്ടോ ക്ലിനിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. കോസ്, മരണത്തിന്റെ ആ കാരണം കണ്ടെത്താൻ. ടൈം ഓഫ് ദ ഡെത്ത്, മരിച്ചിട്ട് എത്ര സമയമായി, അതൊരു ഇമ്പോർട്ടന്റ് അല്ലേ കേസൊക്കെ തെളിയിക്കണേല്? അല്ലേ? കേസൊക്കെ തെളിയിക്കാനായിട്ട് നമ്മൾ പറയൂല ഇത്ര ടൈമായി മരിച്ചിട്ട് എന്ന് പറയും. അപ്പൊ നമുക്ക് കേസ് അന്വേഷണം ആ വഴിക്ക് പോകാം അല്ലെ? അപ്പൊ അത്ര ടൈമായി, അപ്പൊ അതിന് മുന്നേ ആ ഒരു ടൈമൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ആ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മരണത്തിന്റെ ആ ടൈം കണ്ടുപിടിക്കാൻ. ടൈം ഓഫ് ദ ഡെത്ത്. പിന്നെ അടുത്ത സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്, ആ മരിച്ച സിറ്റുവേഷൻ എന്താണ്, അതാണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ വെള്ളത്തില് പോയിട്ട് അങ്ങനെ മരിച്ചതാണോ, ആ സിറ്റുവേഷൻ എന്താണ് അല്ലെ? ബോഡിയൊക്കെ നോക്കി കഴിയുമ്പോ നമ്മള് ക്രൈം ഫയൽ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, അഭയയുടെ ഇതൊക്കെ പറയുമ്പോ നമ്മൾ പല രീതികളൊക്കെ പറയുമ്പോ ഇങ്ങനെ എന്താ നോക്കി കഴിയുമ്പോ ബോഡിയുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു പായലിന്റെ അംശം കിട്ടും. അപ്പൊ അതെന്താ പറയാ, അത് അവിടെ അടുത്ത് ഏത് സ്ഥലത്ത് നിന്ന് ആൾക്കാർ നോക്കിയിട്ട് ചിലപ്പോ തോട്ടില്ല അല്ലെങ്കിൽ പുഴയില്ല, അങ്ങനെ അത് എവിടത്തെയാന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ അല്ലെ ഒരുപാട് കേസുകൾ നമ്മൾ അങ്ങനെ ക്രൈംസ് നമ്മൾ കണ്ടെത്തുന്നുണ്ടല്ലേ ഈ ഓട്ടോപ്സി ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ്? ഐഡന്റിറ്റി, കോസ് ഓഫ് ദ ഡെത്ത്, ടൈം ഓഫ് ദ ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ഉത്തരം കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഇസ് ബെനിഫിറ്റിംഗ് ദ ലോ എൻഫോഴ്സിംഗ് ഏജൻസി ടു സെറ്റിൽ ദ ക്രൈം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഇത് ആർക്ക് ബെനിഫിഷ്യൽ ആണ്? ലോ എൻഫോഴ്സിംഗ് ഏജൻസീസിന്. എന്തിനു വേണ്ടി? കുറ്റകൃത്യം തെളിയിക്കാൻ. കണ്ടോ?
law enforcing agency to settle the crime. കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ലോ എൻഫോഴ്സിംഗ് ഏജൻസിക്ക് ഈ മെഡിക്കൽ ഓട്ടോപ്സി വളരെയധികം പ്രയോജനപ്രദമാണ്. ക്ലിയർ ആയോ? ML ഓട്ടോപ്സിയുടെ പർപ്പസിൽ വീണ്ടും ഒന്നുകൂടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പർപ്പസ് നോക്കിയേ, 5 പോയിന്റ് അവിടെ തന്നേക്കുന്നത് എഴുതിക്കാൻ നോക്കിയേ. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാ. ഫസ്റ്റത്തെ പോയിന്റ് എന്താ? ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. മരണത്തിന്റെ യഥാർത്ഥ കാരണവും രീതിയും മനസ്സിലാക്കാൻ. കൃത്യമായ കാരണവും രീതിയും, എന്ത് കാരണം കൊണ്ടാണ് ആ വ്യക്തി മരിച്ചത്, എന്ത് രീതി, അതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ എന്താ, ശ്വാസം പൊട്ടിച്ചു കൊന്നാണോ, അല്ലെങ്കിൽ വെള്ളത്തില് മുക്കി കൊന്നതാണോ, അങ്ങനെ എന്താണ്, ഇനി അവര് സൂയിസൈഡ് ചെയ്താണോ, മർഡറാണോ, അങ്ങനെ അതിന്റെ യഥാർത്ഥ കാരണവും രീതിയും മനസ്സിലാക്കാൻ. രണ്ടാമത്തെ നോക്കിയേ, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്. മരിച്ച ആളുടെ വ്യക്തിത്വം സ്ഥാപിക്കാൻ. അതാ ഞാൻ പറഞ്ഞ അർജുന്റെ കാര്യം പറഞ്ഞില്ലേ, അർജുൻ തന്നെയാണോ മരിച്ചതെന്ന് നമ്മൾ എങ്ങനെയാ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ബോഡിയൊക്കെ ജീർണിക്കും. അപ്പൊ പിന്നെ ആരാന്ന് നേരെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ, മരിച്ച ആളുടെ വ്യക്തിത്വം സ്ഥാപിക്കാൻ. അടുത്ത് നോക്കിയേ, ടു ഫൈൻഡ് ഔട്ട് ദ ടൈം സിൻസ് ദ ഡെത്ത്. ഉണ്ടോ, മരിച്ച സമയം, മരിച്ചിട്ട് എത്ര സമയമായി എന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ. മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടുപിടിക്കാൻ. അടുത്ത് നോക്കിയേ, ടു കളക്ട് ട്രേസ് എവിഡൻസ്. യഥാർത്ഥ എവിഡൻസ് ശേഖരിക്കാൻ, യഥാർത്ഥ തെളിവ് ശേഖരിക്കാൻ. അല്ലെ, പോലീസിനും എൻഫോഴ്സിംഗ് ഏജൻസിക്കൊക്കെ നമ്മുടെ ബോഡി ഓട്ടോപ്സി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറെ തെളിവുകൾ കിട്ടൂലേ. നമുക്ക് ആ കൊലപാതകീനെ, ആ കുറ്റവാളിനെ കണ്ടുപിടിക്കാൻ കുറെ എവിഡൻസ് ആ ബോഡിയിൽ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെ അത് കളക്ട് ചെയ്യാൻ. അടുത്ത് നോക്കിയേ, റിക്കഗ്നേഷൻ ഓഫ് ദ ക്രൈം സീൻ. കുറ്റകൃത്യം നടന്ന ആ സ്ഥലം പുനരാവിഷ്കരിക്കാൻ. അതാണ് ഞാൻ ആ വേർഡായിട്ട് പറഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെ നോക്കി ആ ബോഡിയുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് സ്ഥലമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ. അല്ലെ, അതിന്റെ ആ ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല്, ടെക്സ്ചർ ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സ്ഥലത്ത് സംഭവിച്ചതായിരിക്കാം എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കേസ് ആ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ അവിടെ നോക്കാം, അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ കൃത്യം നമുക്ക് തെളിയിക്കാൻ പറ്റും. അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ML ഓട്ടോപ്സി ചെയ്യുന്നത്. അവിടെ ഒന്ന് നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റില് ML എന്ന് തന്നെയാണോ നോക്കിയേ. ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടേക്കണേല് MI എന്നാട്ടോ കിടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ല, ML എന്നാണ്. ചിലരുടെ MI എന്നാണ്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ML ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ക്ലിയർ ആയില്ലേ? ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പർപ്പസ് പറഞ്ഞത്? യഥാർത്ഥ കാരണവും രീതിയും മനസ്സിലാക്കാൻ, മരണത്തിന്റെ യഥാർത്ഥ കാരണവും രീതിയും മനസ്സിലാക്കാൻ, ആ മരിച്ച ആളുടെ വ്യക്തിത്വം സ്ഥാപിക്കാൻ, ആ മരിച്ചിട്ട് എത്ര ടൈമായി അല്ലെ, എക്സാക്ട് ടൈം, മരണം സംഭവിച്ചിട്ട് എത്ര ടൈമായി എന്ന് അറിയാനായിട്ട്, പിന്നെ എവിഡൻസുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ക്രൈം സീൻ, അത് റീഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ റീഅറേഞ്ച്മെന്റ്, പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ട്, കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ പുനരാവിഷ്കരണത്തിന് വേണ്ടിയിട്ടും ഈ ML ഓട്ടോപ്സി ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിനിക്കൽ ഓട്ടോപ്സി ആണെങ്കിൽ നമ്മൾ ആ ഡിസീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെ, എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ, അങ്ങനെയാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. പക്ഷെ ഇതെന്താണ്, ML ഓട്ടോപ്സി ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. രണ്ടും ഡിഫറൻസ് മനസ്സിലായില്ലേ? ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട് ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ്. രണ്ടും പർപ്പസ് നോക്കണം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ലാസ്റ്റ് ഒരു കുഞ്ഞു കാര്യം കൂടി ഉള്ളൂ, നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു. നല്ല ചാപ്റ്റർ ആയിരുന്നല്ലേ, കുറച്ചൊരു ഇൻട്രസ്റ്റ് ആയിരുന്നല്ലേ കേട്ടിരിക്കാനായിട്ട്. ഇനി അതിനേക്കാളും നല്ല ചാപ്റ്റർ അടുത്തത് നമ്മൾ പഠിക്കാൻ പോലെ ആംബുലൻസ് ആണ്. ഓക്കെ, അത് ഇതിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആട്ടോ, നല്ല ചാപ്റ്റർ. നോക്കിയേ, നെക്സ്റ്റ് വരുന്നത് നോക്കിയേ, ഈവൻ ദോ ദ പ്രൊസീജിയർ ഓഫ് ബോത്ത് ഓട്ടോപ്സി സെയിം. രണ്ടിന്റെ പ്രൊസീജിയർ സെയിം അല്ലേ?
രണ്ട് ഓട്ടോപ്സിയുടെയും ഇപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി ആണെങ്കിലും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണെങ്കിലും പ്രൊസീജിയർ സെയിം ആണ്. രണ്ടിന്റെ രീതികൾ ചെയ്യുന്ന രീതികൾ ഒരുപോലെയാണ്. ദേ ആർ ഡിസിമിലർ ഇൻ സം ആസ്പെക്ട്സ്. എന്നാൽ ചില വശങ്ങളിൽ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. അതായത് എന്താ ഒരു ഡിഫറൻസ് പറഞ്ഞേക്കുന്നേ? യൂഷ്വലി ദ ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ദ പത്തോളജിസ്റ്റ്. ആരാ ചെയ്യുന്നേ? ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാ ചെയ്യുന്ന? പത്തോളജിസ്റ്റ് ആണ്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ പത്തോളജി. പത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? ഡോക്ടർ ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ ഡിസീസ് അല്ലെ, കോസ് ഓഫ് ഡിസീസ് അങ്ങനെയുള്ളതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത നേച്ചർ, കോസ് ഓഫ് ഡിസീസ് അങ്ങനെയുള്ളതിലൊക്കെ ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഡോക്ടറാണ് പത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പത്തോളജിസ്റ്റ് ആണ്. ML ഓട്ടോപ്സി ഈസ് എ ഫോറൻസിക് എക്സ്പേർട്ട്. ML ഓട്ടോപ്സി മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആരാ ചെയ്യുന്നത്? ഫോറൻസിക് എക്സ്പേർട്ട് ആണ്, ഫോറൻസിക് വിദഗ്ധരാണ്. ഇതിൽ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ഡാഷ്. ആരാണ് ചെയ്യുന്നത്? പത്തോളജിസ്റ്റ്. Then ML autopsy is a forensic expert. ML autopsy, medico legal autopsy, forensic വിദഗ്ധരാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ എവിടെ തുടങ്ങിയ പഠിച്ചത്? ഫങ്ഷണൽ ഏരിയ മുതൽ അല്ലേ? 12 ഫങ്ഷണൽ ഏരിയ, അതിന്റെ പേരുകൾ പഠിച്ചു വെക്കണം. പിന്നെ ടൈപ്പ് ഓഫ് മോർച്ചറി, 3 തരത്തിലുള്ള മോർച്ചറി പറഞ്ഞു. വെയിറ്റിംഗ് മോർച്ചറി പറഞ്ഞു, ദെൻ ഹോസ്പിറ്റൽ മോർച്ചറി പറഞ്ഞു, പ്രൈവറ്റ് മോർച്ചറി പറഞ്ഞു. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ അറിയാലോ, മരിച്ച ആളുകൾ മരണം ഉറപ്പിക്കുന്നത് വരെ ബോഡി സൂക്ഷിക്കുന്നതാണ്. ഹോസ്പിറ്റൽ മോർച്ചറി ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളില് ഹോസ്പിറ്റൽ സെന്റർ, റിട്ടയർമെന്റ് ഹോം ഇതിന്റെയൊക്കെ ഉള്ളിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറി, പ്രൈവറ്റ് സ്ട്രക്ചർ, സ്വകാര്യ വ്യക്തികൾ നടത്തുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. അവിടെ ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു, കോവിഡിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അതായത് ഇൻഫെക്ഷസ് കേസുകൾ, ഡിസീസ് മൂലം മരണമടഞ്ഞ ബോഡികൾ ഈ ഒരിക്കലും പ്രൈവറ്റ് മോർച്ചറിക്കാർ അവര് സ്വയം റിസ്ക് എടുത്ത് സൂക്ഷിക്കുന്നില്ല. എല്ലാ ഫ്യൂണറൽ ഹോംസുകളാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും നടത്തുന്നത്. അവർക്ക് രണ്ടുണ്ട് ഗുണം അല്ലെ. ബോഡി നമുക്ക് അവിടെ സൂക്ഷിക്കുകയും ചെയ്യാം, ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, ദഹിപ്പിക്കുകയും ചെയ്യാം, സംസ്കാരവും ചെയ്യാം. അപ്പോ അത് കുറച്ചും കൂടി ഫീസ് ഇത്തിരി കൂടുതലായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലെ വെച്ചിട്ട് പ്രൈവറ്റ് മോർച്ചറിയിൽ കുറച്ച് ഫീസ് ചിലപ്പോൾ കൂടുതലാവാം. പിന്നെ അടുത്തത് മോർച്ചറി എൻവയോൺമെന്റ്, അത് 5 പോയിന്റും നോക്കി വെക്കാം കേട്ടോ. ഇത് നമ്മൾ ഓട്ടോപ്സി ആണ്. ക്ലിനിക്കൽ ഓട്ടോപ്സി പറഞ്ഞു, ഇതാണ് ML ഓട്ടോപ്സി പറഞ്ഞു. അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? ലാസ്റ്റ് പറഞ്ഞത് ക്ലിനിക്കൽ ഓട്ടോപ്സി പത്തോളജിസ്റ്റ് ആണ് നിർവഹിക്കുന്നത്, എന്നാൽ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ഫോറൻസിക് എക്സ്പേർട്ട് ആണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞ ആ പാരഗ്രാഫിലുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത് കേട്ടോ. ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, ഇതൊക്കെ. പിന്നെ അത് ആർക്കാണ് ബെനിഫിഷ്യൽ എന്നുള്ളതും നോട്ട് ചെയ്തോ. ലോ എൻഫോഴ്സിംഗ് ഏജൻസിക്ക് ബെനിഫിഷ്യൽ ആണെന്നുള്ളതും നോട്ട് ചെയ്യണം. പിന്നെ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യണം. ക്ലിനിക്കൽ ഓട്ടോപ്സി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഓക്കെ, അത്. പിന്നെ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്, അത് രണ്ടും ഓട്ടോപ്സി എന്ന് പറയാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ആംബുലൻസ് സർവീസ് തുടങ്ങാം. താങ്ക് യു. ഇതൊക്കെ ഒന്ന് ഇന്ന് തന്നെ ഒന്ന് വായിച്ച് ഒന്ന് വെച്ചേക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ച്. താങ്ക് യു.